പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുന്നവരാരും നിരാശരായി പോയിട്ടില്ല. ആ അമ്മയുടെ കൈകൾ പിടിച്ച് വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് ദേവാലയത്തോട് ചേർന്ന് നിന്ന് ആത്മീയ സംഘടനകളിൽ പ്രവർത്തിച്ച് മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി പഠനവേളയിൽ ഈശോയെയും പരിശുദ്ധ അമ്മയെയും മാറ്റി നിർത്താതെ യുവത്വത്തിന് മാതൃകയായി മാറിയ അഭയ് എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിത സാക്ഷ്യം. ഇന്നിതാ അഭയ് അരക്കോടിയുടെ സ്കോളർഷിപ്പുമായി നമുക്ക് മുന്നിൽ. നമുക്ക് ഈ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇതാണ് അഭയുടെ മാതാപിതാക്കളും ഒക്കെ ഇവിടെ നമ്മളെ കാത്തു നിൽപ്പുണ്ട്. നമുക്ക് വീട്ടിലേക്ക് കയറിയിട്ട് വിശേഷങ്ങൾ സംസാരിക്കാം. പ്രേക്ഷകരെയും ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു. നമ്മളുടെ അഭയ് യൂറോപ്യൻ യൂണിയൻ്റെ 50 ലക്ഷം രൂപയുടെ അരക്കോടി രൂപയുടെ സ്കോളർഷിപ്പ് നേടിയിരിക്കുകയാണ്. ആ സന്തോഷത്തിലാണ് അഭയയുടെ കുടുംബാംഗങ്ങളെല്ലാവരും. ഇപ്പോൾ കുടുംബാംഗങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ അഭയെ തന്നെ നമ്മളോട് പറയും. അഭയെ കുടുംബത്തെയും ഗുഡ്നസ് ടി വിക്ക് വേണ്ടി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അഭയെ ആദ്യമായിട്ട് തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അഭയെ നമുക്ക് ഒട്ടും സമയം നഷ്ടപ്പെടുത്തേണ്ട. അഭയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇവിടെ ആയിരിക്കുന്ന ഞാൻ കാണുവാൻ സാധിച്ചു. ഈ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടുത്തി അഭയെ ഒന്ന് സംസാരിക്കാവോ? തീർച്ചയായും. എൻ്റെ അച്ചാച്ചൻ ജോർജ്, എൻ്റെ വല്യമ്മ ആലീസ്, എൻ്റെ പപ്പയുടെ അമ്മ സെലീന, എൻ്റെ അമ്മ ഡിംപിൾ, അനിയത്തി ഏഞ്ചൽ, പപ്പ ജോസ്. എന്താണ് ഈ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ? ഇതൊരു വലിയ സ്കോളർഷിപ്പാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഉള്ള സ്കോളർഷിപ്പാണ്. എന്താണ് ഈ യൂറോപ്യൻ യൂണിയൻ നൽകുന്ന ഈ സ്കോളർഷിപ്പിൻ്റെ പ്രത്യേകത, അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് പങ്കുവയ്ക്കാമോ? ഓക്കെ, ഈ യൂറോപ്യൻ യൂണിയൻ്റെ സ്കോളർഷിപ്പിൻ്റെ പേര് ഇറാസ്മസ് മുണ്ടസ് ജോയിൻറ്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്നാണ്. പല വിഷയങ്ങൾക്കും ഇവർ ഇതുപോലെ തന്നെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. എനിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആസ്ട്രോഫിസിക്സ് ആൻഡ് സ്പേസ് സയൻസ് എന്ന മാസ്റ്റേഴ്സ് പ്രോഗ്രാം, ജോയിൻറ്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ് ചെയ്യാനുള്ള അവസരമാണ് ലഭിച്ചത്. അപ്പോൾ 50 ലക്ഷം എന്ന് പറയുമ്പം അവർ നമ്മളുടെ ലിവിങ് കോസ്റ്റും അതുപോലെ തന്നെ സെമസ്റ്റർ ഫീസ് ഫുൾ അവരാണ് കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കൺട്രിയിൽ മാത്രം മാസ്റ്റേഴ്സ് ചെയ്യുന്ന പ്രോഗ്രാം അല്ല ഇത്. മാക്സിമം 4 കൺട്രിയിൽ നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഇറ്റലിയിലാണ്. അവരുടെ കമ്പൽസറി 6 മന്ത് അവിടെ ആയിരിക്കും. അതിനുശേഷം എനിക്ക് തീരുമാനിക്കാം ജർമ്മനി, ഫ്രാൻസ്, സൈബേരിയ ഇതിലേതെങ്കിലും മിനിമം ഒരു രാജ്യത്തിലെങ്കിലും ഞാൻ പോയിട്ട് ബാക്കി മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട്. മാക്സിമം 3 രാജ്യങ്ങൾക്കും കൂടി എനിക്ക് പോകാൻ വേണ്ടി സാധിക്കും. സാധാരണ പോലെ തന്നെ 2 ഇയേഴ്സ് ഉള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാം തന്നെയാണിത്. ഈ സ്കോളർഷിപ്പിന് തിരഞ്ഞെടുക്കപ്പെട്ട ആ സാഹചര്യം, അതിൻ്റെ കടമ്പകൾ എങ്ങനെയാണ് അത് ലഭിച്ചതെന്ന് പറയാമോ? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ സെൻട്രൽ ക്യാമ്പസിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ ടൈമിലാണ് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ PhD പഠിക്കുന്ന ഒരാൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു സംശയം ചോദിച്ചത്. അപ്പോൾ അതിൽ ഒരു PDF വന്നായിരുന്നു. ജസ്റ്റ് അത് നോക്കിക്കൊണ്ടാണ് നമ്മൾ ആദ്യം ഇതിനെപ്പറ്റി മനസ്സിലാക്കിയത്. അപ്പോൾ തന്നെ ഞാൻ പാരൻസിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചു. ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ തേർഡ് ഇയർ എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് 2 കാര്യങ്ങളായിരുന്നു വേണ്ടത്. ഒന്ന് CV, പിന്നെ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. അത് പതുക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഏറ്റവും വേറെ സപ്പോർട്ടായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റീസ് സപ്പോർട്ട് ചെയ്ത് 2 റെക്കമെൻഡേഷൻ ലെറ്റേഴ്സും വേണമായിരുന്നു. അത് അവർ ഞാൻ ഒരു മാസത്തിനുള്ളിൽ തരാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ അവർ 2 ആഴ്ച കൊണ്ട് 2 പേരും വളരെ ഭംഗിയായിട്ട് തന്നു. പിന്നെ നമ്മുടെ സിലബസ് എങ്ങനെയാണ് കവർ ചെയ്യുന്നതിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണമായിരുന്നു. അത് കിട്ടുവാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചവരോട് അപ്പോൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ ചെയ്തു തരാമെന്ന്. 1 ദിവസത്തിനുള്ളിൽ അത് അവർ ചെയ്തു തന്നു. പിന്നെ അവസാനം വേണ്ടിയിരുന്നത് ഇംഗ്ലീഷ് എന്ന മീഡിയം ലാംഗ്വേജിലാണ് അത് കംപ്ലീറ്റ് ചെയ്തതെന്ന് വേണമായിരുന്നു കോഴ്സ്. അതാകുമ്പം എനിക്ക് IELTS-ൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അതും വളരെ വേഗത്തിൽ തന്നെ അവർ തന്നു. ഞാൻ ഒരാഴ്ച കൊണ്ട് തരാൻ പറഞ്ഞപ്പോൾ അതും പെട്ടെന്ന് 2-3 ദിവസത്തിനുള്ളിൽ അവരത് ചെയ്തു തന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അത് അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ഇത് ലഭിക്കുകയുണ്ടായത്. അപ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് വളരെ സപ്പോർട്ട് ലഭിച്ചു എന്നുള്ളതാണ്. പെട്ടെന്ന് ഇവിടുന്ന് കാര്യങ്ങൾ സ്പീഡായിട്ട് ലഭിച്ചു. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു ദൈവാനുഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ഉണ്ട്. ഒന്ന് പറയാമോ? അതായത് ഇത് അപ്ലൈ ചെയ്തിട്ട് 2-3 മാസം കഴിഞ്ഞിട്ട് ഒന്നും റിപ്ലൈ ഇല്ല. ഇവർ ഈ യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ സൈറ്റിൽ പോയി നോക്കുക അങ്ങനെയൊന്നുമില്ല. അവർ ജസ്റ്റ് മെയിൽ അയക്കും. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരു മെയിൽ അയക്കും.
അപ്പോൾ ഇങ്ങനെ മെയിൽ 1 മാസം വെയിറ്റ് ചെയ്തു, 2 മാസം വെയിറ്റ് ചെയ്തു, ഇത് വരുന്നില്ല. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തത് ഫെബ്രുവരിയിലാണ്. മാർച്ച് 3-ാം തീയതി എനിക്കൊരു മെയിൽ വന്നു. മെയ് 3-ാം തീയതി എനിക്കൊരു മെയിൽ വന്നു. അതായത് എനിക്ക് ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അത് ഫീ വൈവർ എന്നുള്ള കാറ്റഗറിയിലാണ് വന്നതെന്നാണ് അവർ മെയിൽ ചെയ്തത്. ഫീ വൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമസ്റ്റർ ഫീസ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അവർ ലിവിങ് കോസ്റ്റ് നമുക്ക് തരില്ല, അത് നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവർ തന്നത്. അപ്പോൾ ഇനി ഞാൻ ചോദിച്ചു, ഇനി എനിക്ക് ഈ ഫുൾ സ്കോളർഷിപ്പ് ഞാൻ അർഹനാകുമോ? അവർ പറഞ്ഞത് ഇന്ത്യയിലുള്ള ഇപ്പോൾ ഫുൾ സ്കോളർഷിപ്പ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം പിന്മാറിയാൽ മാത്രമേ എനിക്ക് ആ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ നോക്കുമ്പോൾ അങ്ങനെ ഇത്രയും നല്ലൊരു സ്കോളർഷിപ്പ് കിട്ടിയ ഒരാൾ അതിൽ നിന്ന് പിന്മാറുക എന്ന് പറയുമ്പം നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പാരൻസിനോട് പറഞ്ഞു. അപ്പോൾ പാരൻസ് പറഞ്ഞത്, എന്തായാലും നീ ഇപ്പോൾ ഇത് ചുമ്മാ കൊടുത്തിട്ടോ, ഫീ വൈവർ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ കോസ്റ്റ് അവിടെ ചെന്ന് ചെയ്യണം. അതുപോലെ തന്നെ ഇറ്റലി റോമിലാണ് ആദ്യത്തെ സെമസ്റ്റർ ഉള്ളത്, അപ്പോൾ അവിടെ ഭയങ്കര എക്സ്പെൻസും കാര്യങ്ങളുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പോയി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. പോയി പ്രാർത്ഥിച്ചു, അന്തോനിയോസിനാളുടെ നൊവേനയിൽ പങ്കെടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാണ്, എനിക്ക് കിട്ടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും കിട്ടും, എങ്ങനെയാണെങ്കിലും കിട്ടും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്നിട്ടും ഞങ്ങൾ 2 മാസം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ പാരലലി ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ക്രൈസ്റ്റിൽ തന്നെ അപ്ലൈ ചെയ്തിരുന്നു, അവിടെ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഗ്രാജുവേഷൻ, നമ്മളവിടെ ബാംഗ്ലൂരിൽ പോയിട്ട് ഗ്രാജുവേഷൻ സെറിമണി ഉണ്ട്, അതിന് 2 ദിവസം മുന്നേ ഒരു ചൊവ്വാഴ്ച രാവിലെ എനിക്ക് മെയിൽ വന്നു, ഇന്ത്യയിലുള്ള ആ സ്കോളർഷിപ്പ് കിട്ടിയ ആൾ അതിൽ നിന്ന് പിന്മാറി, അതുകൊണ്ട് ഞാനിത് അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം അയച്ചു തന്നു. അപ്പോൾ അത് തന്നെ ഒരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. അതിനുശേഷം ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്തു. അപ്പോൾ അഭയുടെ പ്രാർത്ഥനയുടെ രത്നച്ചുരുക്കം ഇതായിരുന്നു, എനിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ ദൈവമേ എനിക്കത് കിട്ടണം, അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയുടെയൊക്കെ അടിസ്ഥാനം അങ്ങനെ ആയിരിക്കണം. നമ്മൾ ആരും പിടിച്ചു മേടിക്കുകയല്ല, ദൈവമേ എനിക്കിത് ലഭിക്കാനുള്ളതാണെങ്കിൽ അതെനിക്ക് ലഭിക്കണം, അതിൻ്റെ തടസ്സങ്ങൾ മാറ്റി കിട്ടണം. തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു ഈ സാഹചര്യമൊക്കെ ഒന്ന് പറയാമോ? കുടുംബത്തിന് എപ്പോഴും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ക്രൈസ്റ്റിലെ ക്യാൻസൽ ചെയ്യുക എന്ന്. കാരണം ഇത് സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞപ്പം പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു വലിയൊരു കടമ്പയും കൂടി ഉണ്ടായിരുന്നു. നമുക്ക് സമയം പരിമിതമായിരുന്നു, കാരണം ബാക്കി എല്ലാവർക്കും 2 മാസം മുന്നേ ഇതിനെപ്പറ്റി അറിവുണ്ട്, അവർ ഈ ഫുള്ളി സ്കോളർഷിപ്പ് കിട്ടി എന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ 2 മാസം ലേറ്റ് ആയിട്ടാണ് അറിയുന്നത്. പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടണം, അത് പിന്നെ വിസയ്ക്കുള്ള ഡേറ്റ് കിട്ടണം, അതിന് പോയിട്ട് ബാക്കി പ്രൊസീഡിങ്സ് ചെയ്യണം. ഇതെല്ലാം കൂടി ഒരു എന്താ പറയണ്ടേ, പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ഒരു കാര്യങ്ങളിലേക്ക് തന്നെയായി. അപ്പം ഞാൻ പാരൻസിനോട് എല്ലാവരോടും ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അവർ പറഞ്ഞു നിനക്ക് ഹിതമെന്ന് തോന്നി ചെയ്യാമെന്ന് പറഞ്ഞു, ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളൂ എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ബാക്കി പ്രൊസീഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് എപ്പോഴും എന്ത് ചെയ്താലും ഫുൾ സപ്പോർട്ടാണ്. അപ്പം അഭയുടെ പപ്പയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, പപ്പ എങ്ങനെയാണ് മകനെ ഈ സ്കോളർഷിപ്പ് കിട്ടിയപ്പം അതിനുവേണ്ടി മകനെ ഒരുക്കിയതും ഇത് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴുള്ള പപ്പയുടെ ആ മനോഭാവം ഒന്ന് പങ്കുവയ്ക്കാമോ? ഈ സ്കോളർഷിപ്പ് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും തന്നെ നല്ല സന്തോഷമായി. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആത്മീയമായിട്ട് നല്ലൊരു പക്വത ഉണ്ടായിരുന്നു അഭയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശുഭാപ്തി വിശ്വാസം, അതായത് റിസ്ക് എടുക്കാൻ, അത് ഈ കോളേജിൽ പോയതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. +2 പഠിക്കുന്നിടം വരെ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ കോളേജിൽ പോയി അതിന് ശേഷം റിസ്ക് എടുക്കാനും, അതായത് കിട്ടും അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മീയമായ കാര്യങ്ങളിൽ നല്ല രീതിയിലായിരുന്നു ആത്മീയമായിട്ട് ഇവൻ്റെ പോക്ക്. അതുകൊണ്ട് തന്നെ എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എനിക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം പപ്പയിൽ നിന്ന് ഒരു കാര്യം കൂടെ, ഒരു വിശദീകരണോട് ആവശ്യമുണ്ട്. ആത്മീയമായ കാര്യത്തിൽ മുൻപന്തിയിലായിരുന്നു എന്ന് പപ്പ പറയുന്നു. എങ്ങനെയാണ് അവൻ്റെ ബാല്യകാല ജീവിതത്തിൽ അവൻ്റെ പ്രവർത്തനങ്ങൾ, ദേവാലയവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, സൺഡേ സ്കൂളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പപ്പയൊന്ന് പറയാമോ? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അൾത്താരപാലനായിരുന്നു. അതുപോലെ തന്നെ പള്ളിയിൽ ഗായക സംഘത്തിലുണ്ടായിരുന്നു, പള്ളിയിൽ കീബോർഡ് വായിക്കുന്നുണ്ടായിരുന്നു. അത് +2 കഴിയുന്നിടം വരെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ഇടവകയിൽ. അതുപോലെ തന്നെ നമ്മുടെ എത്ര വികാരിയച്ഛന്മാരുണ്ടായിരുന്നോ അവരുമായിട്ട് ഇപ്പോഴും നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ട്. നമ്മൾ ഈ സ്കോളർഷിപ്പ് കിട്ടിയ കാര്യം എല്ലാ വികാരിയച്ഛന്മാരെയും, നേരത്തെ ഉണ്ടായിരുന്ന വികാരിയച്ഛന്മാരെയും വിളിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ +2 കഴിഞ്ഞ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി പോയപ്പോൾ ഇത്രയും നമുക്ക് ഹോസ്റ്റൽ സൗകര്യം കിട്ടിയത് കോട്ടയം രൂപതയുടെ ഒരു ഹോസ്റ്റലാണ് കിട്ടിയത്. അവിടെ പള്ളി തൊട്ടടുത്താണ്. അതുപോലെ തന്നെ അവിടെ സൺഡേ സ്കൂളിലും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛന്മാർ ഇവനെയാണ് നിയമിച്ചിരുന്നതാണ്. കൂടാതെ അവിടെ
പാട്ടുകൾക്ക് ഗായക സംഘത്തിൻ്റെ കൂടെ കീബോർഡ് വായിക്കാനും അതുപോലെ ഇടവയിലുള്ള എല്ലാവരുമായിട്ട് ഞാനൊരു പ്രാവശ്യം അവിടെ പോയിരുന്നു. അപ്പം അവിടുത്തെ വികാരിയച്ഛൻ എന്നോട് പറഞ്ഞത് ഇവൻ്റെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ടതില്ല, ഇവനെ ഞങ്ങൾക്ക് ഇവൻ പള്ളിയുടെ കൂടെയാണ്, ഇടവകയുടെ കൂടെയാണ്, ഒരു കാര്യത്തിലും ഒരു ബുദ്ധിമുട്ടും ഇവനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവിടുന്ന് പറഞ്ഞത്. അഭയയുടെ അമ്മയോട് അഭയ അങ്ങനെയാണ് വിളിക്കുന്നത്, മനസ്സിലായി അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം അമ്മ എന്ന നിലയിൽ മകന് ഇങ്ങനെയൊരു അംഗീകാരം ലഭിച്ചപ്പോൾ അമ്മയുടെ മനസ്സിൽ തോന്നുന്ന ആ അഭയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒന്ന് പങ്കുവെച്ച് പറയാമോ? തീർച്ചയായും. എൻ്റെ പേര് ഡിംപിൾ, ഞാൻ സൺഡേ സ്കൂൾ അധ്യാപികയാണ്. അഭയ്ക്ക് ലഭിച്ച ഈ വിജയം ഞാൻ കാണുന്നത്, ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ്, ഇറ്റ് ബൈ ഗ്രേസ്. ഇത് ദൈവകൃപയാലാണ്. അത് മാത്രമേ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അവനോട് ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യവും ഇതാണ്, നമ്മൾക്ക് എന്ത് ലഭിച്ചാലും അത് ദൈവകൃപയാലാണ്. അത് ആദ്യം സാക്ഷ്യപ്പെടുത്തേണ്ടത്, ഏത് വിജയവും ആദ്യം സാക്ഷ്യപ്പെടുത്തേണ്ടത് ദൈവത്തിന് മുമ്പിലാണെന്ന് ഞാൻ പറയും. ഈ വിജയവും അവൻ സാക്ഷ്യപ്പെടുത്തിയത് എനിക്കത് എല്ലാവരോടും പറയാനുള്ളത്, ഞങ്ങളുടെ ബന്ധുക്കളോടും എല്ലാവരോടും അറിയിക്കുന്നതിന് മുമ്പ് ഈ വിജയം ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലാണ്. ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലൂടെയാണ് ഈ വിജയം ഞങ്ങൾ എല്ലാവരോടും അറിയിച്ചത്. അഭയുടെ ബാല്യകാലം ആത്മീയത നിറഞ്ഞതായിരുന്നു എന്ന് പറയുന്നതിന് പ്രധാന കാരണം, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സൺഡേ സ്കൂളിലേക്ക് പോകുന്നത്. ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, അഭയ് എൻ്റെ ഒപ്പം യാത്രയാവുന്നുണ്ട്. അഭയ് മിഷൻ ലീഗിൽ, ഞാൻ മിഷൻ ലീഗിൻ്റെ സീനിയർ വൈസ് പ്രസിഡൻ്റാണ്. അഭയ് എന്നോടൊപ്പം തന്നെ ഭാരവാഹിയായിട്ട് പങ്കെടുത്ത് മിഷൻ ലീഗിൻ്റെ പല പ്രവർത്തനങ്ങളിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മിഷൻ ലീഗിൻ്റെ മേഖലാ മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് പങ്കെടുക്കുകയും വിജയം നേടുകയും ചെയ്തുകൊണ്ടിരുന്നു. മിഷൻ ലീഗ് വളർത്തിയ കുട്ടി എന്ന് വേണമെങ്കിൽ അഭയെപ്പറ്റി ഒറ്റവാക്കിൽ പറയാം. CMLലൂടെ വ്യക്തിത്വ വികസനം ലീഡർഷിപ്പ് ക്യാമ്പ് തലശ്ശേരിയിൽ നടന്ന MTC ക്യാമ്പിൽ പങ്കെടുത്ത് സെലക്ഷൻ നേടിയ ആളാണ് അഭയ്. പിന്നെ അഭയ് തലശ്ശേരി അതിരൂപതയിൽ സാഹിത്യ മത്സരങ്ങൾക്ക് സമ്മാനം മേടിച്ചിട്ടുണ്ട്. ഒരു മടിയും കൂടാതെ പരീക്ഷകളുടെ സമയത്തും ഞങ്ങൾ എപ്പോൾ ആവശ്യപ്പെട്ടാലും സൺഡേ സ്കൂളിൻ്റെ ഭാഗത്ത് അഭയ് ഒരു മടിയും പറയാതെ പല കാര്യങ്ങൾക്കും മുൻപിട്ട് എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കായിരുന്നു അഭയ് സൺഡേ സ്കൂളിലെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട്. അഭയ് പിന്നെ വിശുദ്ധ കുർബാനയുടെ മൂല്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അഭയ് എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു. +2 വരെ എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ. അസുഖം കാരണം 1-2 ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സമയവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളാണ് അഭയ്. കോവിഡ് സമയത്ത് വരെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും അഭയ് കുർബാന മുടക്കിയിട്ടില്ല. കോവിഡിൻ്റെ സമയത്തും അഭയ് പള്ളിയിൽ പോയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഉള്ള സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൽ അൾത്താരപാല സംഘത്തിൻ്റെ ലീഡർ, കൊയർ ഗ്രൂപ്പിൻ്റെ ലീഡർ, പിന്നെ ഇപ്പോൾ KCYMൽ ഭാരവാഹിയാണ് നിലവിൽ. ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തെ മിഷൻ ലീഗിൻ്റെ സാഹിത്യ മത്സരത്തിൽ ഈ ആഗസ്റ്റ് 8-ാം തീയതി പങ്കെടുത്തിരുന്നു. ഞങ്ങൾ 3 പേരും സൂപ്പർ സീനിയർ വിഭാഗത്തിൽ പങ്കെടുത്തവരാണ്. ഞങ്ങൾ ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ മോൻ്റെ വിജയത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് ഞങ്ങൾക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ വിജയം ദൈവത്തിൻ്റേത്. ദൈവം അഭയുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ദൈവവും മഹത്വപ്പെടുത്തും എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് എനിക്ക് ഇവനെ പറയാനുള്ളത്. ഈ ഒരു വിജയം ഞാൻ ദൈവത്തിന് തന്നെ കൊടുക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ അഭയയും അഭയയുടെ മാതാപിതാക്കളും പങ്കുവച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ നമ്മൾ വിചാരിക്കുകയാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയേ, മക്കൾക്ക് സ്കൂളിൽ പഠിക്കാനുണ്ട്, അവർക്കതിന് ട്യൂഷനുണ്ട് എന്ന് പറഞ്ഞ് ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് മക്കളുടെ ഭാവിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മാതാപിതാക്കളുള്ള ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൽ നിന്നും വേറിട്ട ഒരു അനുഭവമാണ് ഈ മാതാപിതാക്കൾ നേരിട്ട് നമുക്ക് കേൾക്കുവാൻ സാധിച്ചത്. ആ അമ്മ പറഞ്ഞത് ഇതാണ്, ഇത് ദൈവത്തിൻ്റെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ആ അമ്മ മതാധ്യാപികയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചു നോക്കിയേ, അമ്മയും മക്കളും ഒരുമിച്ച് മിഷൻ ലീഗിൻ്റെ മത്സരത്തിൽ പങ്കെടുക്കുന്നു, ജൂനിയർ സൂപ്പർ സീനിയർ വിഭാഗത്തിൽ. തീർച്ചയായിട്ടും ഇതല്ലേ ഒരു വിശ്വാസ കൈമാറ്റം എന്ന് പറയാൻ സാധിക്കുക. നമ്മളുടെ മക്കൾ പ്രിയപ്പെട്ടവരെ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് മാതാപിതാക്കൾ തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇത് ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കൾക്കൊരു വെല്ലുവിളിയാണ്. ഇപ്പം പറഞ്ഞു കേട്ടില്ലേ, ഇത്രയും വലിയ സ്കോളർഷിപ്പിന് ഉതകും വിധത്തിൽ പഠിക്കുമ്പോഴും
ദേവാലയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും, സംഘടനാ പ്രവർത്തനങ്ങളിൽ, അൾത്താരബാലം, പള്ളിയിലെ കൊയർ, ശരിക്ക് ഓർഗൻ വായിക്കുന്നു, കീബോർഡ്, നമുക്ക് അവൻ്റെ പാട്ട് കേൾക്കാം. അഭയുടെ ഒരു സഹോദരി നമ്മളോട് ചേർന്നുണ്ട്. മോള് എന്ത് പറയുന്നു, തൻ്റെ സഹോദരന് ഇങ്ങനെ ഒരു അനുഗ്രഹം ലഭിച്ചപ്പോൾ മോൾക്ക് എന്താണ് ഗുഡ്നസ് ടി വിയോട് പറയാനുള്ളത്? എൻ്റെ പേര് ഏഞ്ചൽ മരിയ ജോസ്, അഭയുടെ അനീത്തിയാണ്. എനിക്ക് പറയാനുള്ളത്, അമ്മയും പപ്പയും പറഞ്ഞ പോലെ തന്നെ ചേട്ടായിക്ക് ഇത് കിട്ടിയത് തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. കാരണം ഇവൻ എപ്പോഴും പള്ളിയിൽ പോകുമായിരുന്നു. അതുപോലെ തന്നെ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ട് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. 9ാം ക്ലാസ്സിൽ നിന്നൊക്കെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. ഇവൻ എപ്പോഴും പള്ളിയിൽ പോകുന്നത് പറയുന്നുണ്ടായിരുന്നു. എന്നും പള്ളിയിൽ പോവും. എത്ര പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാലും എക്സാം ആണെങ്കിലും എല്ലാം. ഇവൻ എനിക്ക് തോന്നുന്നത് SLCയുടെ എക്സാമിൻ്റെ സമയത്തും എല്ലാം പള്ളിയിൽ പോയിട്ടാണ് എക്സാമിന് പോയത്. പിന്നെ മാതാവിനോടും പിന്നെ യേശുപിതാവിനോടും എല്ലാം ഇവന് നല്ല ഭക്തി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ എന്നെയും പള്ളിയിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു. തീർച്ചും മാതൃകാപരമായ ഒരു ജീവിതമായിരുന്നു ചേട്ടായിയുടേത്. എവിടെ ചെന്നാലും അഭയുടെ അനീത്തിയല്ലേ, അഭയ് ഇങ്ങനെ വലിയൊരു നല്ലൊരു ചെറുക്കനായിരുന്നു, അഭയിനെ പോലെ ആവണം എല്ലാവരും എന്നൊക്കെയായിരുന്നു എന്നോടും എല്ലാവരും പറഞ്ഞത്. ഇപ്പോൾ ഇവന് സ്കോളർഷിപ്പ് കിട്ടിയപ്പം എനിക്കും നല്ല സന്തോഷമുണ്ട്. കാരണം ഇത് ദൈവം ഇവന് നൽകിയ സമ്മാനമാണ്. തീർച്ചയായിട്ടും ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു കുടുംബത്തിന് ലഭിച്ച ഒരു അംഗീകാരം. അഭയുടെ വല്യമ്മച്ചയുണ്ട്, അഭയുടെ അമ്മയുടെ പപ്പയുണ്ട്, മമ്മിയുണ്ട്. ഇപ്പോൾ നമ്മളോട് ചേർന്ന് അവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വളരെ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ സന്തോഷത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അഭയുടെ പപ്പയുടെ അമ്മയാണ് ഞാൻ. വളരെ സന്തോഷമുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. എന്നും പള്ളിയിൽ പോകുമായിരുന്നു. ഞാൻ അഭയുടെ വല്യപ്പനാണ്, അമ്മയുടെ ചാച്ചൻ. കുഞ്ഞുനാൾ മുതൽ അഭയെ നല്ലോണം പള്ളിയിൽ പോകാനും പ്രാർത്ഥനയ്ക്കും സന്ധ്യാപ്രാർത്ഥനയ്ക്കും പാട്ട് പാടാനും എല്ലാം മിടുക്കനായിരുന്നു. പിന്നെ വേദപാഠത്തിനൊക്കെ പോകുന്ന കാര്യത്തിൽ നല്ല ഉത്സാഹമായിരുന്നു. മിഷൻ ലീഗിനും മറ്റ് സംഘടനാ പ്രവർത്തനത്തിനും പള്ളിയിൽ കൊയറിനും എല്ലാം പോയിക്കൊണ്ടിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന കാര്യത്തിലാണ് ഏറ്റവും ശുഷ്കാന്തി ഉണ്ടായിരുന്നത്. പഠനത്തെക്കാൾ ഏറ്റവും കൂടുതൽ പള്ളി കാര്യങ്ങൾക്കായിരുന്നു ഇവന്. അതിൻ്റെ ഫലമായിട്ടാണ് ഇവൻ ഈ സ്കോളർഷിപ്പ് ലഭിച്ചത്. ഞാൻ ഡിംപിളിൻ്റെ അമ്മയാണ്. അവ എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങളോട് വന്ന് പറയും പ്രാർത്ഥിക്കണമെന്ന്. പരീക്ഷ തുടങ്ങുമ്പോഴും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ അന്നേരം തിരിവെച്ച് മാതാവിൻ്റെ മുമ്പിൽ കൊന്നെത്തിക്കും. അത് കഴിയുന്നോടം വരെ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നല്ലപോലെ പ്രാർത്ഥിക്കുന്നതാണ്. സ്നേഹമുള്ളവരെ, ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേർന്നപ്പം ഇവിടെ എല്ലാവരിലും ഉയർന്നു കേട്ടത് ഒന്ന് തന്നെയാണ്. ദൈവിക കാര്യങ്ങൾക്കും വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾക്കും നമ്മൾ സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടമല്ല, അത് അനുഗ്രഹമാണ്. ആ ദൈവത്തിൻ്റെ ഗ്രേസായി തന്നെ നമ്മളിലേക്ക് നാളെയല്ല ഇന്ന് തന്നെ എത്തിച്ചേരുമെന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ സാധിച്ചത്. അഭയോടെ ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വലിയൊരു പുരസ്കാരം, ഒരു അംഗീകാരം ലഭിക്കുന്നതിന് പിന്നിൽ അഭയെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും അതിനുവേണ്ടി മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ആ വ്യക്തിത്വങ്ങൾ കാണുമല്ലോ, അവരെ ഒന്ന് അനുസ്മരിക്കാമോ? തീർച്ചയായിട്ടും. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ കുടുംബത്തെയാണ് എനിക്ക് ഇവിടെ ആദ്യമായിട്ട് അവതരിപ്പിക്കാനുള്ളത്. എനിക്ക് ആദ്യം ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc കഴിഞ്ഞ് MSc ക്രൈസ്റ്റിൽ ചെയ്ത് PhD എല്ലാം അവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിരുന്നു. അപ്പോൾ അമ്മയും പപ്പയും എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നീ എന്തിനാ ഇങ്ങനെ ഇവിടെ ക്രൈസ്റ്റിൽ തന്നെ കുറേ വർഷം പഠിക്കുന്നത്? 3 വർഷം പഠിച്ചപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നീ പഠിച്ചു, ആൾക്കാരെ പഠിച്ചു, ഒരു പുതിയ സ്ഥലത്ത് പോകുമ്പോഴല്ലേ നമുക്ക് പുതിയൊരു കാര്യം കിട്ടുക എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ 2 അനിയത്തിമാർ സിസ്റ്റേഴ്സാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അവരും എപ്പോഴും എന്നോട് പറയുന്നത്, എടാ നീ പറ്റുവാണെങ്കിൽ ദൈവത്തിന് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ നിനക്ക് പുറത്തുപോയി പഠിച്ചുകൂടെ? പുറത്തുപോയി പഠിച്ച് കഴിയുമ്പോൾ നിൻ്റെ ലാംഗ്വേജ് നന്നാവും, കുറച്ചുകൂടെ നീ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പഠിക്കുമെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തവരാണ്. പിന്നെ ഇവളും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ടീച്ചേഴ്സിനെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു.
ഞാൻ 10ാം ക്ലാസ് തൊട്ട് പഠിച്ച ടീച്ചേഴ്സിനെ എനിക്ക് ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. ഇവളും ഞാൻ പഠിച്ച സെയിം സ്കൂളിലാണ് 10th വരെ പഠിച്ചത്. അവരെ ഇപ്പോൾ എനിക്കറിയാം. അവരെപ്പോഴും ചോദിക്കും നീ എവിടെയാണ്, ഇപ്പം എങ്ങനെയുണ്ട് പഠിത്തം, എപ്പോഴും അവരെ ചോദിക്കുന്നുണ്ട്. എൻ്റെ റിലേറ്റീവ്സ് അവരെല്ലാം ഒത്തിരി അവിടെ പ്രത്യേകിച്ച് ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്തു. ഞാൻ ക്രൈസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിനക്ക് പറ്റുമെങ്കിൽ നീ പുറത്ത് പോയി പഠിക്കണം എന്ന് എൻ്റെ കൂട്ടുകാരും എന്നോട് പറയാറുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു വലയത്തിലുള്ള എല്ലാവരും നമ്മളോടുകൂടെ ചേർന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ദൈവത്തിൻ്റെ സ്വരമാണ് അവരിലൂടെ കേൾക്കാൻ എനിക്ക് സാധിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഇടവകജനത്തെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. ഞാൻ ഇവിടെ ഞാൻ ഫസ്റ്റ് ഇടവക ചേർന്ന് തൊട്ട് അച്ഛന്മാർ മുതൽ എല്ലാ അച്ഛന്മാരും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. പിന്നെ അതുപോലെ തന്നെ കൈക്കാരന്മാർ, എന്നെ വേദപാഠം പഠിപ്പിച്ച അധ്യാപകർ, അവരെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ യൂത്തിനോടും ഇന്നത്തെ സ്റ്റുഡൻസിനോടും അഭയുടെ ജീവിത അനുഭവം വെച്ചിട്ട് എന്താണ് പറയാനുള്ളത്, ഒന്ന് പറയാമോ? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒന്നാണ്. എൻ്റെ ഈ പ്രോസസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് വിസ പ്രോസസ്സിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ അവിടെ നിന്ന് അറ്റസ്റ്റേഷൻ ചെയ്ത് കിട്ടണമെന്നുണ്ടായിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമായിരുന്നു. ഞങ്ങളത് പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഒരു മിനിമം ടൈം എന്ന് പറയുന്ന 1.5 മാസമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചെറിയ ടൈമിനുള്ളിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് വിചാരിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ 1.5 മാസം കൊണ്ട് കിട്ടും എന്ന് പറഞ്ഞിരുന്നത് വെറും 20 ദിവസത്തിനുള്ളിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അത് എനിക്ക് കിട്ടിയതൊരു വെനസ്ഡേ ആണ്. ഞാൻ ഫ്രൈഡേ അതുകൊണ്ട് സബ്മിറ്റ് ചെയ്തു. തിങ്കളാഴ്ച അവരത് കോൺസുലേറ്റ് കൊടുത്തു. ചൊവ്വാഴ്ച വിസ അടിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. അത്രയും ഫാസ്റ്റായിട്ട് പ്രോസസ്സ് നടക്കാൻ കാരണം മാതാവിനുള്ള ഭക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ യൂത്തിനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് സമയം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ വചനത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ദൈവത്തിന് 10% എല്ലാ ഓഫറിങ്സ് കൊടുക്കുന്ന സമയത്ത് 10% ദൈവത്തിന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ 24 മണിക്കൂറിൽ 2.5 മണിക്കൂറെങ്കിലും ദൈവത്തിന് കൊടുക്കണം എന്നാണ്. അത്രയും നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. അവിടെ ഒരു ഏകദേശം 3/4 മണിക്കൂറേ മാക്സിമം ഒരു വിശുദ്ധ കുർബാനയ്ക്ക് നമുക്ക് സമയം വേണ്ടി വരികയുള്ളൂ. ഞാൻ അവിടെ ബാംഗ്ലൂരായിരുന്നപ്പോൾ ഞാൻ കണ്ട ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും ഏറ്റവും കൂടുതൽ പള്ളി തിരക്കുള്ളത് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച നമുക്കറിയാം അവിടുത്തെ പള്ളി, നമുക്കിവിടെ രാവിലെയാണ് കുർബാനയെങ്കിൽ അവിടെ പല ടൈമിൽ കുർബാനയുണ്ട്. ഏറ്റവും തിരക്കുള്ളത് വൈകുന്നേരം 7 മണിക്കത്തെ കുർബാനയ്ക്കാണ്. എല്ലാവരും ഞായറാഴ്ച ദേവാലയത്തിൽ വന്ന് ജസ്റ്റ് പോകുന്നു. ഒരു ആചാരത്തിൻ്റെ ഭാഗമായി വന്ന് പോകുന്ന ഒരു ട്രെൻഡാണ് ഞാൻ കാണുന്നത്. അതിൽ പകുതി പേരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരാചാരമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ദൈവഭക്തി കാണിക്കുക, അല്ലെങ്കിൽ മാതാപിതാക്കൾ പറഞ്ഞു വിടുന്നു, അതുകൊണ്ട് ദേവാലയത്തിൽ വന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അതല്ലാതെ നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും കൂദാശകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുക. ഞാൻ എന്ന് വിചാരിച്ച് ഈ യൂത്തിലെല്ലാം എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒത്തിരി യൂത്തിനെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ACC എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. നമ്മുടെ വൈസ് ചാൻസലറായ ഫാദർ ജോസി സി ആരംഭിച്ച ഒന്നാണ് അസോസിയേഷൻ ഓഫ് ക്രിസ്ത്യൻ ക്രൈസ്റ്റേഴ്സ്. അതിലൊക്കെ നമ്മളെക്കാളും ഭയങ്കരമായിട്ടും പ്രാർത്ഥിക്കുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ ആരാധനയ്ക്ക് ഇരിക്കുന്നവരെയൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും കുമ്പസാരിക്കുന്നവരെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് യൂത്ത് എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുമുണ്ട്, ചേർന്ന് നിൽക്കാത്തവരുമുണ്ട്. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരായ അവരെയും ഇതുപോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അഭയുടെ ഇടവക വികാരിയായ ഫാദർ ജോർജ് ചേലമർദ്ദലച്ചനാണ് അഭയുടെ ഈ ഇടവക ജീവിതവും സംഘടനാ പ്രവർത്തനങ്ങളും ഒക്കെ അച്ഛന് പറയുവാൻ കാണും. നമുക്ക് അച്ഛൻ്റെ വാക്കുകൾ ശ്രവിക്കാം. ജോർജ് അച്ഛ ഒത്തിരി സ്നേഹത്തോടെ ഗുഡ്നസ് ടിവിയിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വലിയ സന്തോഷം, പ്രത്യേകിച്ച് ഇടവക ജനത്തിനും ഇതൊരു വലിയ സന്തോഷവും ഒരു വലിയ മാതൃകയാണെന്ന് വിചാരിക്കുന്നു അഭയ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വികാരിയച്ഛൻ എന്ന നിലയ്ക്ക് അഭയെക്കുറിച്ച് അച്ഛന് പറയാനുള്ളത് എന്താണ് വെച്ചാൽ ഒന്ന് പങ്കുവയ്ക്കാമോ? അഭയ മേച്ചേരി തകിടിയേൽ വളരെ സജീവമായിട്ട് ഈ ഇടവകയിലുള്ളതാണ്. ഈ അടുത്ത കാലത്ത് പ്രാർത്ഥനാ ജീവിതത്തിലൂടെ വളരെ പ്രത്യേകിച്ച് വിശുദ്ധ അന്തോനീസിൻ്റെ മധ്യസ്ഥതയിലൂടെ അത്ഭുതകരമായ വിധത്തിൽ ഉന്നതമായിട്ടുള്ള ഒരു സ്കോളർഷിപ്പിന് അവസരം ലഭിച്ചിരിക്കുകയാണ്. അഭയെക്കുറിച്ച് പറയാവുന്നത് ഇതാണ്: മാതാപിതാക്കൾ, ഗ്രാൻഡ് പേരൻസ് ഒക്കെ
വിശ്വാസ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരാം. അതേ ചൈതന്യമാണ് അഭയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ബാംഗ്ലൂർ ഉപരിപഠനത്തിനായിരുന്ന അവസരത്തിൽ ഇവിടെ ഇടവകയിൽ വരുമ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാൻ, കുദാശകൾ സ്വീകരിക്കുവാൻ, ഒപ്പം അഭയുടെ മാതാപിതാക്കൾ, സഹോദരിയൊക്കെ ഈ ഒരു ചൈതന്യത്തിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആധ്യാത്മിക ജീവിതം നയിക്കുന്നതാണ്. സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ഒരു നല്ല മാതൃകയാണ്. യുവജനങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ്. ഇടവകയ്ക്ക് ഒരു വലിയ സമ്പത്താണ്. തീർച്ചയായിട്ടും ദൈവം കനിഞ്ഞു നൽകിയതായി ഈ വലിയ സ്കോളർഷിപ്പ്. വിദേശത്ത് ഇറ്റലിയിൽ, ജർമ്മനിയിൽ, ഫ്രാൻസിൽ തുടർന്നുള്ള സ്ഥലങ്ങളിലൊക്കെ പഠിക്കുവാൻ ദൈവം ഒരവസരം നൽകിയിരിക്കുന്നത്. ഉറപ്പായിട്ടും പറയാൻ സാധിക്കും, ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് അഭയുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നല്ലവനായ ദൈവം ഇനിയും കൂടുതൽ ഉയർച്ചയിലേക്ക് വളർന്നു വരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ആശംസകൾ നേരുകയുമാണ്. അഭയെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ച ജോസിയ ടീച്ചറാണ് നമ്മളോട് ചേരുന്നത്. ടീച്ചറെ ഗുഡ്നസ് ടി വിയിലേക്ക് ടീച്ചറിനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അഭയെക്കുറിച്ച് ടീച്ചറിൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഓർമ്മകൾ ഗുഡ്നസ് ടി വിക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? 2019-21 അധ്യയന വർഷത്തിലാണ് അഭയ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വിദ്യാർത്ഥിയായിട്ട് വന്നത്. അതിനു മുൻപ് തന്നെ ഞാൻ മഞ്ചലാമ്പ്രം ഇടവക അംഗമെന്ന നിലയിൽ എനിക്ക് അഭയെ ചെറിയ പ്രായം തൊട്ട് പരിചയമാണ്. ഞാൻ അഭയുടെ ക്ലാസ് ടീച്ചറും കൂടിയായിരുന്നു. എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു അഭയ് ഈ 2 വർഷങ്ങളിലും. കൂടാതെ ഞങ്ങളുടെ അധ്യാപകരെ ഏൽപ്പിക്കുന്ന എന്ത് ചുമതലകളും പാഠ്യ രംഗത്തായാലും പാഠ്യേതര രംഗത്തായാലും ഏറ്റവും കൃത്യമായിട്ട് പെർഫെക്റ്റായിട്ട് വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ചെയ്യുന്ന ഒരു കുട്ടി, ഞങ്ങളുടെ മനസ്സിൽ തങ്ങി നിന്ന ഒരു കുട്ടിയായിരുന്നു അഭയ്. പിന്നെ ഞാനിപ്പോൾ അവനെ കോളേജ് പഠനത്തിനായിട്ട് പോയ സമയത്ത് ഇങ്ങനെ വെറുതെ നമ്മൾ മൊബൈൽ സ്റ്റാറ്റസൊക്കെ പിള്ളേരുടെ പരിശോധിക്കുമ്പോഴാണെങ്കിലും ഞാൻ കാണുന്ന എപ്പോഴും അഭയ് ഇങ്ങനെ സാധാരണ പോലെ പാട്ടും അങ്ങനത്തെയുള്ള അല്ലെങ്കിൽ സിനിമയുടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. അഭയ് ഒരു നമ്മുടെ ക്രൈസ്തവ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ മിക്കവാറും ഈശോയുടെയും മാതാവിൻ്റെ അങ്ങനത്തെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് അവൻ്റെ സ്റ്റാറ്റസിൽ എപ്പോഴും ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ഗാനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അഭയുടെ സ്റ്റാറ്റസിൽ ഞാൻ അധികവും കാണുന്നത്. അപ്പം വളരെ ആത്മീയമായി ഒരു ഉണർവോടുകൂടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു നല്ല ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ അഭയെ കാണുന്നത്. ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി കണ്ണൂർ.